മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനന്തു വിളിച്ചത് പ്രകാരം വാമദേവൻ ഒരല്പം പേടിയോടെ തന്നെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അനന്തു വരുന്നു. അങ്ങനെ അനന്തു പറയുന്നുണ്ട്, ഇങ്ങനെ 10, 15 എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ പൈസ ചോദിക്കാൻ പറ്റത്തില്ല. മഹാലക്ഷ്മി ഇപ്പോഴും ഹോസ്പിറ്റലിലാണെന്നല്ല അറിയാമല്ലോ. ഞാൻ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറയുന്നത് ഒറ്റ സെറ്റിൽമെൻറ്റ് മതി എന്നാണ്. അതായത് ഒരു എമൗണ്ട് പറയുക, പിന്നെ വീണ്ടും ബാർഗെയിൻ ചെയ്യാൻ പാടില്ല. ഒറ്റ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് എന്താ മനസ്സിലായില്ലേ എന്ന് അനന്ത് ചോദിക്കുന്നുണ്ട്. എങ്കിൽ ശരി, 1 കോടി രൂപ വേണം. 1 കോടി രൂപയിൽ കുറഞ്ഞ് 1 രൂപയ്ക്കും താൻ സെറ്റിൽമെൻറ്റിന് തയ്യാറല്ല എന്ന് പറയുന്ന സമയത്ത് 1 കോടി രൂപയൊന്നും തരാൻ പറ്റില്ല. അത് മഹിക്ക് വിചാരിച്ചാൽ പറ്റത്തുമില്ല എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, കണ്ണൻ്റെ ഒരുപാട് സ്വത്തുക്കൾ അവൾ സ്വന്തമാക്കിയിട്ടില്ലേ, അർഹതയില്ലാതെ സ്വന്തമാക്കിയ സ്വത്തിൽ നിന്ന് കുറച്ച് രൂപ ഞാൻ ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? അല്ലെങ്കിൽ മാസം തോറും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ നിന്ന് 1-2 ലക്ഷം രൂപ എക്സ്ട്രാ ചോദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് ദഹിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അറിയാമല്ലോ, ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാനുണ്ട്, മാത്രമല്ല എൻ്റെ മകനെ ചികിത്സിപ്പിക്കണം. അപ്പോൾ 1 കോടി രൂപയിൽ 1 രൂപ കുറച്ച് താൻ തയ്യാറല്ല സെറ്റിൽമെൻറ്റിന് എന്ന് പറയുന്ന സമയത്ത് 1 കോടി രൂപയൊന്നും തരാൻ പറ്റത്തില്ല, പകുതി 50 ലക്ഷം രൂപ തരാമെന്ന് പറയുന്നുണ്ട്. 50 ലക്ഷം പറ്റത്തില്ല, എങ്കിൽ 75 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു. അപ്പോൾ 75 പറ്റത്തില്ല, 50 നിന്ന് ഒരു 10 കൂടി കൂട്ടി 60 ലക്ഷം രൂപയ്ക്ക് വാമദേവന് സമ്മതിക്കേണ്ടി വരുന്നു. കാരണം ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഇതിലും ഭേദം മഹിയും കൊണ്ട് കണ്ണനോട് സത്യങ്ങളെല്ലാം പറയിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് പോയി സത്യം പറയും, അത് തന്നെ ഭേദം എന്ന് പറയുമ്പം നീ എന്നെ പേടിപ്പിക്കുകയൊന്നും ചെയ്യരുത്. മഹിയോട് സത്യം പറയാൻ നിങ്ങളാരും പറയില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം കണ്ണൻ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മഹാലക്ഷ്മിയോട് ക്ഷമിക്കില്ല. സ്വന്തം അച്ഛനെ കൊന്ന വ്യക്തിയെ അറിഞ്ഞു വെച്ചിട്ട് മറച്ചു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് കണ്ണൻ ക്ഷമിക്കില്ലെന്നറിയാം. പിന്നെ 60 ലക്ഷം രൂപയ്ക്ക് എല്ലാം ഡീൽ എന്ന് പറഞ്ഞ് അങ്ങ് പോകുന്നുണ്ട്. പോകുന്നതിന് മുമ്പായി അനന്ത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, കൂടെ പൈസ എന്ന് പറഞ്ഞ് ചോദിച്ച് വരാൻ പാടില്ല. ഈ ഒറ്റ സെറ്റിൽമെൻറ്റ് എല്ലാ രഹസ്യങ്ങളും മൂടി വെക്കാനാണ്. ഇതിൻ്റെ പേര് ഇനിയൊരു ബാർഗനിങ് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ സീമന്തിനെ കണ്ട് വാമദേവൻ തുള്ളിച്ചാടുവാണ്. എന്നെ അനന്തു എന്തിനാ വിളിച്ചതെന്നറിയാമോ? ഒറ്റ സെറ്റിൽമെൻറ്റ് 60 ലക്ഷം രൂപയ്ക്ക് എഗ്രിമെൻറ്റ് ചെയ്തിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. 60 ലക്ഷം രൂപയോ? നിങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യ ഈ പറയുന്നത്? മണ്ടരി ബാധിച്ച തലയുള്ളവളെ, അനന്തു ഇപ്പം വിളിച്ചത് മഹാലക്ഷ്മിക്ക് കൂടെ എനിക്ക് പൈസ തരാൻ പറ്റില്ല, ഒറ്റ സെറ്റിൽമെൻറ്റ് വഴി 25 ലക്ഷം രൂപ തരാമെന്നാ. പക്ഷേ 25 ലക്ഷത്തിന് ഞാൻ സമ്മതിക്കുമോ? 1 കോടി ചോദിച്ചു. 1 കോടി ചോദിച്ചപ്പോൾ അനന്തു ബാർഗെയിനിങ് ചെയ്ത് ഏറ്റവും ഒടുക്കം 60 ലക്ഷം രൂപയ്ക്ക് സമ്മതിച്ചിട്ടുണ്ട്. 60 ലക്ഷം രൂപയോ? നിങ്ങൾ പറയുന്നത് സത്യമാണോ മനുഷ്യ? പിന്നല്ലാതെ 60 ലക്ഷമെങ്കിൽ 60 ലക്ഷം തന്നേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ലൊരു മാലയും വളയൊക്കെ മേടിക്കണം. എടി, നിനക്ക് മാലയും വളയും എൻ്റെ നാക്കൊക്കെ കൂടി ചൊറിഞ്ഞു വരുന്നുണ്ട്. സ്വർണത്തിൻ്റെ വില എങ്ങോട്ട് പോകാമെന്ന് സ്വർണത്തിന് പോലും അറിയില്ല. ആ സമയത്ത് അവൾക്ക് സ്വർണം, ആ സ്ഥാനത്ത് കൊച്ചിന് വല്ലതും മേടിച്ച് ലോക്കറി ഇട്, അന്നേരം കല്യാണത്തിനെങ്കിലും ഉപയോഗിക്കാമല്ലോ. ശരിയാ, പക്ഷേ നിങ്ങൾ ഒരു വല്ലാത്ത മനുഷ്യനാ. കൊന്നതിന് ശേഷം ഇത്രയൊക്കെ പണം ബാർഗെയിൻ ചെയ്ത് ചോദിക്കാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു? പിന്നല്ലാതെ എന്നെ അടിച്ചു താഴ്ത്താൻ വന്ന വിശ്വനാഥൻ എന്ന് പറയുന്ന ആ ശല്യത്തെ ഒതുക്കുമല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാക്കിയതാ. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. നീ കുളിക്കാൻ വേണ്ടിയിട്ട് അല്പം ചൂടുവെള്ളം റെഡിയാക്ക്, മനസ്സൊന്ന് തണുക്കുമ്പോൾ ശരീരം ഒന്ന് ചൂടാവും, അത് നല്ലതാ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ പോകുന്നുണ്ട്. അപ്പോൾ സീമന്തിനിക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. അതേസമയം കണ്ണനും അനന്തും ലേഖയും മഹാലക്ഷ്മി എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ലേഖയും അനന്തവും കണ്ണനും എല്ലാവരും കൂടി ചേർന്ന് മഹിയെ പിടിക്കുന്ന സമയത്ത് എന്നെ പിടിക്കൊന്നും വേണ്ട, ഞാൻ തന്നെ നടന്നോളാം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ആത്മവിശ്വാസമൊക്കെ വേണോ എന്ന് ലേഖ കളിയാക്കി ചോദിക്കുന്നു. അന്നേരം അനന്തു ആണെങ്കിൽ കണ്ണനോട് ചോദിക്കുന്നുണ്ട്, 60 ലക്ഷം രൂപ അമ്മാവന് കൊടുക്കണ്ടേ? 60 ആക്കണ്ട, ഒരു 75 തികച്ചു കൊടുക്കാം. അധികം താമസിക്കാതെ നീ ആ അമ്മാവനെ വിളിച്ച് പറയണം, ഈ വ്യാഴാഴ്ച തന്നെ ക്യാഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നും മേടിക്കാനായിട്ട് വന്നേക്കാൻ. ഇനി ആ പ്രതാപൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം വേണമെന്നാ എനിക്കറിയാൻ മേലാത്തത്. കേസ് കൊടുക്കുക അല്ലേ? അപ്പം അനന്ത് പറയുന്നു, തീർച്ചയായിട്ടും കേസ് കൊടുക്കണം. ആദ്യം കരുതിയത് അയാളെ കൊന്നു തീർക്കാമെന്നായിരുന്നു. പക്ഷേ കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കേസ് കൊടുത്ത് അകത്താക്കാൻ നോക്കാം. മാത്രമല്ല എനിക്ക് നേരെ ഇയാളുടെ വീട്ടിലേക്ക് പോകണം, ഇയാളുടെ അമ്മയും ആ പ്രതാപനെയും കാണണം. അപ്പം മഹിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. താൻ പേടിക്കണ്ട, തൻ്റെ അമ്മയെ കണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നതാ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. മാത്രമല്ല കേസ് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരാളാണ് എൻ്റെ അച്ഛൻ.
ഉണ്ണിക്കും കരുണയ്ക്കുമൊക്കെ അച്ഛനെന്ന് പറഞ്ഞ ജീവനാ. ഉണ്ണിക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പേ അച്ഛൻ മരിച്ചതാ. എങ്കിലും സ്വത്തിനു വേണ്ടിയിട്ടാ അമ്മാവൻ ദുർഗയെന്ന് പറയുന്ന സ്ത്രീയെ എൻ്റെ അച്ഛനെയും കൊണ്ട് കല്യാണം കഴിപ്പിച്ചെങ്കിലും അച്ഛനോട് അടുക്കുന്ന ആർക്കും അച്ഛനെ വെറുക്കാൻ പറ്റില്ല. അത്ര നല്ല മനസ്സുള്ള ഒരാളാ. പിന്നെ കരുണയുടെ അച്ഛനാ ഈ കൃത്യം ചെയ്തെന്നുള്ള കാര്യം എൻ്റെ രണ്ടാനമ്മയ്ക്കോ ഉണ്ണിക്കോ അറിയില്ല. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും അവൾ അവിടെ കാണില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അല്ലേലും അവൾ അവിടെ നിൽക്കുന്നത് എന്തിനാ? അവളെ പോലൊരു പെൺകുട്ടിയെ വെറുതെ ചെലവിന് കൊടുത്ത് നീ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം തന്നെ ഉണ്ണി അവളുടെ ഒരു കാര്യം നോക്കുന്നില്ല. അവൾ പോവുകയാണെങ്കിൽ എന്നെങ്കിലും ഒരു കാലത്ത് അവളുടെ ചെലവും കൂടി നോക്കേണ്ടി വരുമെന്നുള്ള ബാധ്യത ഇല്ലാതായെന്നുള്ള സന്തോഷം മാത്രമേ അവനുണ്ടാകുകയുള്ളൂ. കുഞ്ഞ് നഷ്ടമായത് തന്നെ ചെലവൊഴിഞ്ഞൊന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു ടൈപ്പാണ് ഉണ്ണി എന്നൊക്കെ പറഞ്ഞ് അനന്തു ആണെങ്കിൽ ഉണ്ണിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേസും മറ്റു കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അതേസമയം കണ്ണനാണെങ്കിൽ നേരെ മോഹിനിയമ്മയെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പം പ്രതാപൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല. അകത്തേക്ക് കയറി റൂം അടയ്ക്കാൻ പറഞ്ഞ് റൂം അടയ്ക്കുന്നു. അങ്ങനെ സംസാരിക്കുന്നുണ്ട് മോഹിനിയമ്മയോട് നടന്ന കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുവാണ്, മഹിക്ക് തീരെ വയ്യ, ഹോസ്പിറ്റലിലായിരുന്നു, ഡിസ്ചാർജ് ചെയ്തിപ്പം അനന്തുവിൻ്റെ വീട്ടിൽ കൊണ്ട് നാക്കിയിട്ട് വരുക. എന്താ എൻ്റെ മോക്ക് പറ്റിയെന്ന് പറഞ്ഞ് മോഹിനിയമ്മ സങ്കടപ്പെടുന്ന സമയത്ത് അയാൾക്ക് അങ്ങനൊരു ആപത്ത് സംഭവിക്കാൻ കാരണക്കാരൻ ഞാൻ തന്നെയാണ്, സത്യങ്ങളെല്ലാം അയാൾ എന്നോട് മറച്ചു വെച്ച് അതിൻ്റെ പേരിനുണ്ടായ പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മോഹിനിയമ്മ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. താൻ പോലും കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെ സത്യം പറയാമല്ലോ, മോനെ വിവാഹം കഴിക്കാൻ മോള് സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായിരുന്നു. പിന്നീട് എപ്പോഴും ഞാൻ കുറ്റപ്പെടുത്തുന്നത് കേട്ട് ഒരു തവണ സഹി കെട്ടിട്ടാണ് എല്ലാ സത്യങ്ങളും മോൾ എന്നോട് തുറന്നു പറഞ്ഞേ എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനെയായിരുന്നു. മഹി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പിട്ട് കുഞ്ഞുനാളിലെ അമ്മ മരിച്ചുപോയ എനിക്ക് അമ്മയുടെ അച്ഛൻ്റെയും സ്നേഹമൊക്കെ കിട്ടിയത് അച്ഛനിൽ നിന്നാണ്. അങ്ങനെ ഒരാൾ നഷ്ടമായത് ആരാണ് എൻ്റെ അച്ഛനെ കൊന്നതെന്നുള്ള സത്യം അറിഞ്ഞു വെച്ചിട്ടും പറയാഞ്ഞതാണെന്ന് മനസ്സിലായപ്പോൾ ആ ഒരു സങ്കടവും ദേഷ്യവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫോൺ വിളിച്ചപ്പോൾ എടുക്കാനോ നേരിട്ട് പലതവണ സംസാരിക്കാൻ വന്നപ്പോൾ സംസാരിക്കാനോ ഒന്നും തോന്നിയില്ല. അതിൻ്റെ ഒരു വേദനയിൽ തന്നെയാണ് അയാൾ ഹോസ്പിറ്റലാകേണ്ടി വന്നത് എന്ന് പറയുമ്പം ഇനിയെങ്കിലും എന്നെ മോളോട് ക്ഷമിക്കണം എന്നുള്ള രൂപത്തിൽ മോഹിനിയമ്മയും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ഒത്തുതീർപ്പാകുന്നുണ്ട്. പ്രതാപന് വേണ്ടിയിട്ടുള്ള ശിക്ഷയെ പറ്റിയാണ് ഇനി കണ്ണൻ ചിന്തിക്കുന്നത്. അതായത് അയാൾ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നു. അത് നിയമപരമായി തന്നെ ആകട്ടെ എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് അനന്തുവിനും കണ്ണനും ഉള്ളത്. കാത്തിരിക്കാം.